അല്ലേ? ഇടയ്ക്ക് ഞാൻ ആരാണ് എന്ന് തോന്നണ്ട, ഞാൻ ആരാണ് എന്ന് അറിയും വേണ്ട. ഇനി അറിയണമെങ്കിൽ ഞാൻ ആരാണ് എന്നേ അറിയാവൂ, എന്നെ മാത്രമേ അറിയാവൂ, വേറെ ആരെയും അറിയരുത്. ആ ഒന്നല്ലാതെ വേറെ യാതൊന്നുമില്ല. അവിടത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ എങ്ങനെ വേണം ഈ ഭാഗവതം കേൾക്കാൻ? പണ്ടൊരു കാലത്ത് ഗോകർണൻ സപ്താഹം നടത്തിയ സമയത്ത് എപ്രകാരമാണോ ദുന്ധുകാരി എന്ന ആ പ്രേതം എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് പേടിക്കേണ്ട, ആ ശബ്ദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമില്ല. അപ്പം എന്തേ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നിലേക്ക് പ്രയാണം ചെയ്യുന്നതൊക്കെ പ്രേതങ്ങളാണ്. അല്ലാതെ ഉണ്ടക്കണ്ണും കൊമ്പം വീശിയും ദംഷ്ടകളും അതല്ല സത്യത്തിൽ ഈ പ്രേതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടാൽ ഇതിന് പ്രേതം എന്ന് പറയുന്നുണ്ട്. അത് പ്രയാണം ചെയ്യുന്നതുകൊണ്ടാണ്. എവിടത്തേക്ക് പോണതുകൊണ്ടാണ്? ഒന്നിലേക്ക് പോണതുകൊണ്ട്, ആ ഗുരുവായൂരപ്പനിലേക്ക് ഭഗവാനിലേക്ക് പോണതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എപ്രകാരമാണോ ആ പ്രേതം, അതായത് ദുന്ധുകാരി ഭാഗവതം കേട്ടത്, അതുപോലെ ആവട്ടെ ഈ ഒരു ശ്രവണമാണ്. അന്ന് ഈ ഗോകർണൻ സംശയരൂപേണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹരിപാർഷദന്മാരോട്, ഇത്രയധികം ആളുകൾ ഭാഗവതം കേട്ടു, എന്തുകൊണ്ടാണ് ഒരു ദുന്ധുകാരിക്ക് മാത്രം മുക്തി കിട്ടാൻ കാരണം എന്ന് ചോദിച്ചു. അതിന് ഹരിഭാഷകന്മാർ ഉത്തരം കൊടുത്തു, ശ്രവണസ്യ വിഭേദേന. എല്ലാവരും കേട്ടു എന്നത് സത്യമാണ്, പക്ഷേ വെറുതെ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ വെറുതെ കേട്ടാൽ ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല. എന്താണുള്ളത്? ഒന്നുമില്ല. എന്നാൽ കേൾക്കണം. എങ്ങനെ വേണം കേൾക്കേണ്ടത്? വേണമെന്ന നിലയ്ക്ക് ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കാൻ സാധിക്കട്ടെ. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ഈ 40 കുട്ടികൾക്ക് ഒരുപോലെയല്ല പരീക്ഷ കഴിഞ്ഞാൽ ഫലം ഉണ്ടാവുന്നത്. അതിപ്പോൾ അധ്യാപകൻ്റെ കുഴപ്പമല്ല, അധ്യാപികയുടെ കുഴപ്പമല്ല, അത് പഠിപ്പിക്കുന്ന വിഷയത്തിൻ്റെ കുഴപ്പമല്ല, പഠിപ്പിക്കുന്ന ശൈലിയുടെയും കുഴപ്പമല്ല. ഇത് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധയിലുള്ളതായിരിക്കുന്ന വ്യത്യാസമാണ് ഈ ഫലത്തിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം. നമ്മൾ ഭാഗവതം കേൾക്കുമ്പോഴും നിരവധി സപ്താഹങ്ങൾ നടന്ന ഒരു വേദി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാത്തൊരിടത്ത് ഒരക്ഷരം വേണ്ടില്ല, ഇങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ കേൾക്കുന്ന സമയത്ത് നാം എങ്ങനെയാണോ കേൾക്കുന്നത് അതിനനുസരിച്ചാണ് ഫലം ഉണ്ടാവുക. ചിലർ ഭാഗവതം കേൾക്കും, എൻ്റെ കല്യാണം നടക്കണേ. ചിലർ ഭാഗവതം കേൾക്കും, എനിക്ക് സന്താനം ഉണ്ടാകണേ. ചിലർ ഭാഗവതം കേൾക്കും, എങ്ങനെ എൻ്റെ മക്കൾ നേരെയാവണം. ചിലർ ഭാഗവതം കേൾക്കും, എനിക്ക് മോക്ഷം കിട്ടണേ. അതുപോലും ആഗ്രഹിക്കാൻ പാടില്ല. ഇതൊന്നുമില്ലാതെ ഭാഗവതം കേൾക്കണേ എന്നുള്ള ഭാവത്തിൽ കേട്ടു നോക്കും. മറ്റൊരു ശ്രദ്ധ എങ്ങോട്ട് പോയി? മക്കളിലേക്ക് പോയി, കല്യാണത്തിലേക്ക് പോയി, സമ്പത്തിലേക്ക് പോയി, ആരോഗ്യത്തിലേക്ക് പോയി, അവസാനത്തെ മോക്ഷത്തിലേക്ക് പോയി. മോക്ഷം കിട്ടിയാൽ കഴിഞ്ഞില്ലേ? പിന്നിപ്പോൾ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും വേണ്ടതെന്താ? ഭാഗവതം കേൾക്കണം എന്ന ഉദ്ദേശത്തിൽ കേൾക്കാം. അപ്പോഴാണ് നമുക്ക് ആ ദുന്ധുകാരിക്ക് ഉണ്ടായ ആ അവസ്ഥ, ആ ദുന്ധുകാരിത്വം ഇല്ലാതായിത്തീരുക. ദുന്ധുകാരി ആ ശബ്ദത്തിന് അർത്ഥമുണ്ട്, ദുഷിച്ച കർമ്മങ്ങളാണ്. അപ്പോൾ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ദുന്ധുകാരിയായിട്ട് മാറുക. നമുക്ക് അതിൽ നിന്നാണ് പ്രയാണം ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ ശരീരമാവട്ടെ, വാക്കാവട്ടെ, മനസ്സാവട്ടെ പലപ്പോഴും അസതാം പദ്ധി, കപിലവാസ്യവർ പറഞ്ഞ പോലെ പലപ്പോഴും അസതാം പദ്ധി, അസത്തായിരിക്കുന്ന മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്ത് വേണം? ഇപ്രകാരമുള്ള ആധ്യാത്മിക ചിന്തനങ്ങളിലൂടെ മനസ്സിനെ സതാം പദ്ധി, നല്ലതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ വൈകുന്നേരമാവാറായി, അല്ലെങ്കിൽ സന്ധ്യയാവാറായി. ഇനി ഇത് അസ്തമിക്കാൻ അധിക സമയം ബാക്കിയില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു തിരി ഇങ്ങോട്ട് കൊളുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും. ഇനി അധികം സർക്കസ് കളിക്കാനുള്ള സമയം നമുക്കില്ല. ഇനി അധികം മറ്റു വിഷയങ്ങളിലേക്ക് പോകാനുള്ള സമയം നമുക്ക് ഗുരുവായൂരപ്പൻ തന്നിട്ടില്ല.
അപ്പോൾ ഇനിയുള്ള സമയം പൂർണ്ണമായിട്ടും ഇതിനോട് മാത്രമായിട്ട് തീരട്ടെ എന്ന് ഈ മഹാദേവ പന്തലിലെ സദസ്സിനോട് ഒരു പ്രാർത്ഥന മാത്രം. അപ്പോൾ ഇനിയുള്ള സമയം പൂർണ്ണമായിട്ടും എന്തിനായിട്ട് തീരട്ടെ? ഭാഗവതത്തോടുള്ള ഒരു ശ്രദ്ധ മാത്രമായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുപോലെ കേൾക്കാൻ ആ മഹാദേവര് നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ദുന്ധുകാരി എങ്ങനെയാണോ ആ മുളയുടെ അകത്തിരുന്ന് കേട്ടത് എന്നാണ്. ഈ മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്. ഇപ്പോൾ ഈ മുളയുടെ അകത്തിരുന്ന് നമുക്കും, അന്ന് ദുന്ധുകാരി ഒരു മുളയുടെ അകത്താണ് ഇരുന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊക്കെ ഒരു ദേഹത്തിനകത്തായിരിക്കുന്നത്. ഈ ദേഹത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആ മുക്താവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് പറ്റണം. അതിന് ഏറ്റവും നല്ല മരുന്ന് ഏതാ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഭാഗവതം മാത്രമാണ്, ഈ ശ്രീമദ് ഭാഗവതം മാത്രമാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആ ഒരു ഔഷധം. ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് പറ്റട്ടെ. വേണ്ട പോലെ മരുന്ന് കിട്ടിയിട്ട് കാര്യമില്ല, ആ മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി അറിയണം. വേണ്ടേ? മരുന്ന് മാത്രം കയ്യിൽ, മരുന്നിൻ്റെ കുപ്പി മാത്രം കയ്യിൽ പിടിച്ചു, ഇത് അറിയില്ല എന്നൊക്കെ. അറിയില്ലെങ്കിൽ ആ കുറച്ച് കഴിച്ചാലാണോ അപകടാവുക, കൂടുതൽ കഴിച്ചാലാണോ അപകടാവുക, സംശയം. അതുകൊണ്ട് ഇത് വേണ്ട പോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് 6-ാമത്തെ അധ്യായത്തിൽ സപ്താഹവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ സപ്താഹവിധിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഈ ഒരു സദസ്സിൽ പറയണമെന്ന് ഇപ്പോൾ തോന്നുന്നുമില്ല. കാരണം സപ്താഹം ആ ശബ്ദത്തിൽ തന്നെ അർത്ഥമുണ്ട്. സപ്ത അഹ, സപ്ത 7 അഹ പകല്. അപ്പോൾ ഉദയത്തോടു കൂടി തുടങ്ങ അസ്തമനത്തോടു കൂടിയിട്ട് നിർത്തുക. വിധിപ്രകാരമാണെങ്കിൽ, ശാസ്ത്രപ്രകാരമാണെങ്കിൽ ഉദയത്തോടു കൂടിയിട്ട് തുടങ്ങി അസ്തമനത്തോടു കൂടിയിട്ട് നിർത്തുക. അതും 7 പകലുകൾ ഈ ഒരു അമൃത് സേവിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ.